സെക്കൻഡ് ഡിഗ്രി ഇക്വേഷന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് നിർത്തിയ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. 9 added to the product of two consecutive multiples of 6 gives 729. What are the numbers? അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എക്സർസൈസിലെ നമ്മുടെ മൂന്നാമത്തെ ചോദ്യമാണ്. How many terms of the arithmetic sequence 5, 7, 9, etc. must be added to get 140? അതായത് 5, 7, 9, etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ എത്ര ടേമുകൾ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് 140 കിട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം, അല്ലേ? അപ്പോൾ ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന് എത്ര ടേമുകളുടെ സമ്മായിട്ടാണ് 140 കിട്ടുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്, അല്ലേ? ഫസ്റ്റ് ടേം x1 ആണ്, പ്ലസ് ലാസ്റ്റ് ടേമിനെ നമ്മൾ xn എന്നാ സൂചിപ്പിക്കുന്നത്. ഇതാണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല. ഇതിലെ x1 നമുക്കറിയാം, ഫസ്റ്റ് ടേം അറിയാം. എത്രയാണ്? ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്, അല്ലെ? ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. ഇതാണ് എത്ര ടേമുകളുടെ സമ്മായിട്ടാണ് 140 കിട്ടുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ സമ്മും ഉണ്ട് 140 ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് n ആണ്. ഇവിടുത്തെ xn എന്നുള്ളതിന് പകരം നമുക്ക് xn എന്ന് പറഞ്ഞാൽ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ അല്ലേ? അപ്പോൾ അതാദ്യം നമുക്ക് കണ്ടുപിടിക്കാം. xn നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യാം, അല്ലേ? അല്ലെങ്കിൽ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ഉപയോഗിച്ച് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ xn ഈക്വൽ ടു ഇവിടുത്തെ d എത്രയാണ്? 5, 7, 9, etc. എന്ന് പറയുമ്പോൾ d 2 അല്ലേ? അപ്പോൾ dn എന്ന് പറയുമ്പോൾ 2n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം അത് 5 ആണ്, മൈനസ് d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ ആ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കിട്ടി? 2n പ്ലസ് 3 എന്ന് കിട്ടി, അല്ലേ? ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെയാണ്? 2n പ്ലസ് 3 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ വേണ്ട സംഭവങ്ങളെല്ലാം, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം ആയി. x1 ഉണ്ട്, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്. xn എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം, അതെന്ന് പറയുന്നത് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ്. അതിന്റെ സ്ഥാനത്ത് നമുക്ക് 2n പ്ലസ് 3 കൊടുക്കാം. അപ്പോൾ ഫോർമുല നമ്മൾ എഴുതുമ്പോൾ n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം, എത്രയാണ് ഫസ്റ്റ് ടേം? 5 അല്ലേ? പ്ലസ് xn, എന്താണ് xn? 2n പ്ലസ് 3, ശരിയല്ലേ? ഈക്വൽ ടു സമ്മ തന്നിട്ടുണ്ട്. എത്രന്നാ തന്നേക്കുന്നത്? 140 എന്നാണ് തന്നേക്കുന്നത്, ശരിയല്ലേ? ചെയ്യുമ്പോൾ n/2 ഇൻറ്റു നമ്മൾ n-ന്റെ ടേം ആദ്യം എഴുതിയാൽ 2n പ്ലസ് 5 പ്ലസ് 3 8, അല്ലേ? ഈക്വൽ ടു 140. ശരിയാണോ? ഈ രണ്ട് ടേമിലുവേ 2n-നകത്തൊരു 2 ഉണ്ട്, 18 നമുക്കൊരു 2 കോമൺ എടുക്കാം. അപ്പോൾ ഈ രണ്ട് ടേമുകളിൽ നിന്ന് നമ്മളൊരു 2 കോമൺ എടുത്തിട്ട് ഇവിടുത്തെ ഡിവൈഡഡ് ബൈ 2 ആയിട്ട് ക്യാൻസൽ ചെയ്യാൻ പോവാണ്. n/2 ഇൻറ്റു 2 കോമൺ എടുത്തു, ബ്രാക്കറ്റിന് വെളിയിലെടുത്തു. ഉള്ളിലുള്ള 2n-ൽ നിന്ന് 2 കോമൺ എടുത്താൽ ബാക്കിയുള്ളത് n ആണ്, അല്ലേ? 8-ൽ നിന്ന് 2 കോമൺ എടുത്താൽ എന്ന് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്യുകയാണെന്ന് ഓർക്കണം. 8-നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണ്. 8-ൽ നിന്ന് 2 മൈനസ് ചെയ്തിട്ട് 6 അല്ല, 8/2 ആണ്. 8/2 4 ആണ്, ഈക്വൽ ടു 140. ശരിയല്ലേ? 2ഉം 2ഉം കൂടി ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്താ കിട്ടിയത്? n ഇൻറ്റു n പ്ലസ് 4 അല്ലേ അവിടെ ബാക്കിയുള്ളത്? n ഇൻറ്റു n പ്ലസ് 4 ഈക്വൽ ടു 140. ശരിയല്ലേ? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ n ഇൻറ്റു n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 4n ഈക്വൽ ടു 140. ശരിയല്ലേ? സ്ക്വയർ കംപ്ലീഷൻ നമുക്കിനി ചെയ്യണം. n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്.
എന്നിന്റെ കോഎഫിഷ്യന്റ് 4 അല്ലെ, സ്ക്വയർ കംപ്ലീഷൻ ചെയ്യാൻ n സ്ക്വയർ പ്ലസ് 4n പ്ലസ് എന്നിന്റെ കോഎഫിഷ്യന്റ് 4, അതിന്റെ പകുതി 2 അല്ലെ, 2ന്റെ സ്ക്വയർ 4 ഈക്വൽ ടു 140ന്റെ കൂടെ 4 കൂടെ കൂട്ടണം. എത്ര എന്ന് കിട്ടും? 144. ശരിയല്ലേ? ഇതിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? n പ്ലസ് 2 ഹോൾ സ്ക്വയർ. ശരിയാണോ? ഈക്വൽ ടു 144. ശരിയല്ലേ? നമ്മൾ രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ n+2ന്റെ ഹോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ n+2 ആയി. 144ന്റെ സ്ക്വയർ റൂട്ട് ആയപ്പോൾ 12 ആയി അല്ലേ? അപ്പോൾ n ഈക്വൽ ടു 12 മൈനസ് 2 ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിലുള്ള +2 അപ്പുറത്ത് പോയപ്പോൾ -2 ആയി. n ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ടേംസ് എത്ര എന്ന് കിട്ടി? 10 എന്ന് കിട്ടി. അതായത് ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ 10 ടേമുകളുടെ സം എടുക്കുമ്പോഴാണ് എത്ര കിട്ടുന്നത്? 140 കിട്ടുന്നത്. ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയാം. അപ്പോൾ ഇതാണ് ചോദ്യം. ഹൗ മെനി ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 5, 7, 9 എക്സെട്ര മസ്റ്റ് ബി ആഡഡ് ടു ഗെറ്റ് 140 അല്ലേ? അപ്പോ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മ് കാണാനുള്ള ഫോർമുല? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ആണ്. ഈ സമ്മാണ് നമുക്ക് 140 എന്ന് തന്നേക്കുന്നത് അല്ലേ? ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ്. ഹൗ മെനി ടേംസ്, നമ്പർ ഓഫ് ടേംസ് ആണ് n ആണ് കാണേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള x1ഉം xnഉം നമുക്കറിയണം. x1 എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ്, 5 ആണ്. xn എന്ന് പറഞ്ഞാൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആണ് അല്ലെ? xn കാണാനുള്ള ഫോർമുല എങ്ങനെ? xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നാണ് xn കാണാനുള്ള ഫോർമുല അല്ലെ? ഈക്വൽ ടു എത്രയാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ്? 5, 7, 9 എക്സെട്ര അല്ലേ? 2 ആണ്. അപ്പോൾ 2n പ്ലസ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. എത്രയാണ് ഫസ്റ്റ് ടേം? 5 ആണ് അല്ലെ? മൈനസ് d എത്ര ആണ്? 2 ആണ്. ഈക്വൽ ടു 2n പ്ലസ് 3. ശരിയല്ലേ? അപ്പോൾ xn കിട്ടി നമുക്ക്. എന്താണ്? 2n പ്ലസ് 3 ആണ്. നമ്മുടെ ഫോർമുലയിലോട്ട് നമ്മൾ വില കൊടുത്താൽ n/2 ഇൻറ്റു x1 ഫസ്റ്റ് ടേം 5 പ്ലസ് xn 2n പ്ലസ് 3 എന്ന് കിട്ടി അല്ലേ? ഈക്വൽ ടു എത്രയാണ്? 140. ശരിയല്ലേ? ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ n/2 ഇൻറ്റു 2n നമ്മൾ ആദ്യം എഴുതുന്നു 2n, 5ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ 8 പ്ലസ് 8 ഈക്വൽ ടു 140. ശരിയല്ലേ? ഇത് രണ്ടിൽ നിന്നൂടെ നമുക്ക് 2 കോമൺ എടുക്കാം. n/2 ഇൻറ്റു 2 ഇൻറ്റു 2 കോമൺ എടുത്തു കഴിയുമ്പോൾ 2n ന്ന് 2 കോമൺ എടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളത് n ആണ്. 8 ന്ന് 2 കോമൺ എടുത്തു കഴിയുമ്പോൾ ബാക്കിയുള്ളത് 4 ആണ് അല്ലെ? ഈക്വൽ ടു 140. ശരിയല്ലേ? 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് n ഇൻറ്റു n പ്ലസ് 4 ഈക്വൽ ടു 140 അല്ലെ? ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 4 4n ഈക്വൽ ടു 140 അല്ലെ? സ്ക്വയർ കംപ്ലീഷൻ ചെയ്യണം. എങ്ങനെയാ സ്ക്വയർ കംപ്ലീഷൻ ചെയ്യുന്നത്? n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആണ് പ്ലസ് n-ന്റെ കോഎഫിഷ്യന്റ് 4, അതിന്റെ പകുതി 2, അതിന്റെ സ്ക്വയർ 4 ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യുന്നു. ഈക്വൽ ടു 140
പ്ലസ് 4 144. ശരിയല്ലേ? എങ്ങനെയാ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നത്? ഇതിനെ n അല്ലെ, n സ്ക്വയർ അല്ല എടുക്കുന്നത്, n എന്നാണ്. n പ്ലസ് ഇതിന്റെ പകുതിയുടെ n-ന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ ഹോൾ സ്ക്വയർ എന്നാണ് നമ്മൾ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ n+2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 144. ശരിയല്ലേ? അപ്പോൾ n+2 ഈക്വൽ ടു രണ്ട് സൈഡിലും സ്ക്വയർ റൂട്ട് എടുത്താൽ 144ന്റെ സ്ക്വയർ റൂട്ട് 12 അല്ലെ. ഇനി 2 ആൻസേഴ്സ് എന്ന് പറഞ്ഞ് വേറെ പാർട്ട് വരുന്നുണ്ട്, അവിടെ നമ്മൾ +12 -12 എടുത്ത് ചെയ്യും. തൽക്കാലം നമുക്ക് ഇവിടെ ഇങ്ങനെ മാത്രം ചെയ്യാം. അപ്പോൾ n+2 ഈക്വൽ ടു 12. അപ്പോൾ n ഈക്വൽ ടു 12 -2 അല്ലെ. എത്ര എന്ന് കിട്ടി? 10 എന്ന് കിട്ടി. ശരിയല്ലേ? അപ്പോൾ എത്രയാണ് നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത്? 10 ആണ്. അതായത് 5, 7, 9 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ 10 ടേമുകളുടെ സം എടുക്കുമ്പോഴാണ് 140 കിട്ടുന്നത്. ശരിയല്ലേ? അടുത്ത ചോദ്യം നോക്കാം. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, ശ്രമിച്ചു നോക്കാം. പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ശ്രമിച്ചു നോക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം എന്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതിന് ശേഷം ചെയ്തത് ശരിയാണോ എന്നുള്ളത് ഇത് കേട്ട് നോക്കാം. 16 added to the sum of the first few terms of the arithmetic sequence 9, 11, 13 etc. gave 256. അല്ലെ, നേരത്തെ സംഭവം തന്നെ. 9, 11, 13 etc. എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ കുറെ ടേമുകളുടെ സമ്മിനോട് കൂടി 16ഉം കൂടി ആഡ് ചെയ്തപ്പോൾ 256 കിട്ടിയെന്നാ പറയുന്നത്. അല്ലെ, അപ്പോൾ ഈ അരിത്തമെറ്റിക് സീക്വൻസിലെ കുറെ ടേമുകളുടെ സമ്മിനോട് കൂടി 16 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി? 256 കിട്ടിയെന്നാ പറയുന്നത്. അപ്പോൾ ഇതിന്റെ സം ഓഫ് ദി ഫസ്റ്റ് ഫ്യൂ ടേംസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് എന്നാ പറയുന്നത്. അവിടെ സമ്മ് പറയുന്നത് കൊണ്ട് നമുക്ക് ഇവിടെയും സമ്മിന്റെ എന്തുപയോഗിക്കാം? ഫോർമുല ഉപയോഗിക്കാം. അല്ലെ, സമ്മ് കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത് n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. അല്ലെ, n/2 ഇൻറ്റു x1 പ്ലസ് xn. അപ്പോ x1 നമുക്കറിയാം, ഇതിലെ ഫസ്റ്റ് ടേം ആണ് 9 ആണ്. xn കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എഴുതണം. xn ഈക്വൽ ടു അല്ലെ, xn കാണാനുള്ള ഫോർമുല എന്തായിരുന്നു? dn പ്ലസ് f മൈനസ് d ആണ്. ഈക്വൽ ടു എത്രയാണ്? d 2 അല്ലേ, 9, 11, 13 എക്സെട്ര അല്ലേ, 2. അപ്പോൾ 2n പ്ലസ് f എന്താണ്? ഫസ്റ്റ് ടേം 9 അല്ലേ, മൈനസ് d എത്രയാണ്? 2 അല്ലേ. അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എങ്ങനെ കിട്ടി? 2n പ്ലസ് 9 മൈനസ് 2 7. ശരിയാണോ? അപ്പോൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ആയി. സമ്മ നമ്മൾ എഴുതിയാൽ n/2 ഇൻറ്റു ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 9 പ്ലസ് 2n പ്ലസ് 7 അല്ലെ, ഈക്വൽ ടു എങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തത്? കഴിഞ്ഞ കണക്ക് 2 പ്രാവശ്യം ഞാൻ പറഞ്ഞതാണ്, ആ ഓർമ്മയിൽ നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. n/2 ഇൻറ്റു ആദ്യം 2n എഴുതി അല്ലെ, 9 പ്ലസ് 7 എന്ന് പറയുമ്പോൾ 16 കിട്ടും. ശരിയല്ലേ? കഴിഞ്ഞ കണക്കിൽ എന്താ നമ്മൾ ചെയ്തേ? 2 കോമൺ എടുക്കുമല്ലായിരുന്നോ ചെയ്തേ? ഇവിടെയും നമ്മൾ 2 കോമൺ എടുക്കുന്നു. 2 കോമൺ എടുത്താൽ 2n-ൽ നിന്ന് 2 പോയാൽ ബാക്കിയുള്ളത് n ആണ്. 16-ൽ നിന്ന് 2 പോയാൽ ബാക്കിയുള്ളത് 8 ആണ്. അല്ലെ, 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. ബാക്കി ഇനിയുള്ളത് n ഇൻറ്റു n പ്ലസ് 8 ആണ്. n ഇൻറ്റു n പ്ലസ് 8 അല്ലെ, ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ n ഇൻറ്റു n n സ്ക്വയർ പ്ലസ് n ഇൻറ്റു 8 8n. ശരിയല്ലേ? അപ്പോ ഇതാണ് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ. n സ്ക്വയർ പ്ലസ് 8n. ഇത് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസിനകത്ത് കുറെ ചെയ്തിട്ടുള്ളതാണ്. അരിത്തമെറ്റിക് സീക്വൻസിന്റെ സമ്മിന്റെ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുന്നത്, ഈ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ തന്നാൽ അതിൽ നിന്ന് ടേമുകൾ കണ്ടുപിടിക്കുന്നത്, സമ്മ് കണ്ടുപിടിക്കുന്നതൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ സമ്മിന്റെ കൂടെ ഈ സം ഓഫ് ഫസ്റ്റ് ഫ്യൂ ടേംസ് ആണ് നമുക്ക് ഈ കിട്ടിയേക്കുന്നത് n സ്ക്വയർ പ്ലസ് 8n. ഈ സമ്മിന്റെ കൂടെ എത്ര ആഡ് ചെയ്തപ്പോൾ
16 ആഡ് ചെയ്തപ്പോൾ അല്ലെ n² + 8n കൂടെ 16 ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടിയെന്നാ പറയുന്നത്? 256 കിട്ടിയെന്നാ പറയുന്നത്. അപ്പോൾ n² + 8n + 16 = 256. ശരിയല്ലേ? എങ്ങനെയാ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. n² കോഎഫിഷ്യന്റ് 1 ആണ് അല്ലെ, അത് ഓക്കെയാണ്. n കോഎഫിഷ്യന്റ് 8, അതിന്റെ പകുതി 4 അല്ലെ, അതിന്റെ സ്ക്വയർ 16 താണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്കതിനെ a+b² എന്നുള്ള രൂപത്തിലാക്കിയാൽ മതി. അതിന് n പ്ലസ് അല്ലെ 8ന്റെ പകുതി 4 ആണ്, n + 4ന്റെ ഹോൾ സ്ക്വയർ = 256. ശരിയല്ലേ? അപ്പോൾ n + 4 = റൂട്ട് എടുക്കുന്നു, 256ന്റെ റൂട്ട് 16 അല്ലെ. അപ്പോൾ n = 16 - 4 എത്ര എന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ശരിയാണോ? അപ്പോൾ നമ്പർ ഓഫ് ടേംസ് കിട്ടി. ഹൗ മെനി ടേംസ് ആർ ആഡഡ് എന്നുള്ളതിന്റെ ആൻസർ എത്ര എന്ന് കിട്ടി? 12 എന്ന് കിട്ടി. ക്ലിയർ ആണോ? അടുത്തത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. 2 പാർട്ടായിട്ട് നമുക്ക് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയാണ് ചോദ്യം പറയുന്നത്. 2.6 മീറ്റർ നീളമുള്ള ഒരു റോഡ് ഒരു വാളിൽ ചാരി വെച്ചിരിക്കുന്നു, ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു അല്ലെ. അപ്പോ ഈ റോഡിന്റെ നീളം പറയുന്നുണ്ട് 2.6 മീറ്റർ ആണ്. ഈ ഒരു അകലം പറയുന്നുണ്ട് എത്രയാണ്? 1 മീറ്റർ ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ഈ ഭിത്തിയിലെ ഉയരം നമുക്ക്, ഈ ഒരു ഹൈറ്റ് നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാം. കാരണം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. അപ്പോൾ ഈ നീളം കാണണമെങ്കിൽ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ √2.6ന്റെ സ്ക്വയർ - 1 സ്ക്വയർ ആണ് അല്ലെ, =√26ന്റെ സ്ക്വയർ 676 അല്ലെ. 26ന്റെ സ്ക്വയർ എത്രയാണ്? 676 ആണ്. അപ്പോൾ 2.6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നമ്മൾ 2 സ്ഥാനം മാറ്റി കുത്തിട്ടാ മതി. എത്ര എന്ന് കിട്ടും? 6.76 എന്ന് കിട്ടും. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 676. അപ്പോൾ 2.6ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.6 × 2.6 ആണ്. അപ്പോൾ രണ്ടിലും കൂടി ഡെസിമൽ കഴിഞ്ഞിട്ട് 2 പ്ലേസ് വരും. അപ്പോൾ ഇതിനകത്ത് 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 6.76 ആണ് ഈ 2.6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ 2.6ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 6.76 മൈനസ് 1ന്റെ സ്ക്വയർ 1 അല്ലെ, √6.76ൽ നിന്ന് 1 കുറയ്ക്കുന്നത്, ഇതിന്റെ താഴെ ഇവിടെ 1 എഴുതി വെക്കരുത്, പ്ലേസ് വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വേണം എഴുതാൻ. 1 അല്ലെ, 6.76ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 5.76 ആണ്. 6ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ 6, 7ൽ നിന്ന് 0 കുറയ്ക്കുമ്പോൾ 7, 6ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5 അല്ലെ. അപ്പൊ എത്രയാ കിട്ടുന്നത്? 5.76 അല്ലെ, 5.76 എന്ന് കിട്ടി. 576ന്റെ റൂട്ട് എത്ര? 24 ആണ്. ഇവിടെ 5.76 ആണ് അതിന്റെ റൂട്ട് ആകുമ്പോൾ ഇവിടെ 2 സ്ഥാനം ഉണ്ട് അല്ലെ സ്ക്വയർ റൂട്ടിനകത്ത്, സ്ക്വയറിനകത്ത്. അപ്പോൾ സ്ക്വയർ റൂട്ടിലാകുമ്പോൾ അതിന്റെ പകുതി സ്ഥാനം മതി, അതായത് 2.4 എന്ന് കിട്ടി. അതായത് ഈ വാളിന്റെ നീളം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ വാളില് 2.4 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പോൾ വടി തൊട്ടിരിക്കുന്നത് അല്ലെ. ഈ റോഡ് വാളിനെ തൊട്ടിരിക്കുന്ന ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 2.4 മീറ്റർ ആണ്. ഇത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രോബ്ലത്തിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വടി ഭിത്തിയിൽ ചാരി വെച്ചേക്കുന്നു. ആ വടിയുടെ നീളം എത്രയാണ്? 2.6 ആണ്. ആ വടി ഭിത്തിയിൽ നിന്ന് 1 മീറ്റർ അകലത്തിലാണെന്നാ പറയുന്നത് അല്ലെ. അപ്പോൾ മുകളിൽ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചത് പൈതഗോറസ് തിയറം ഉപയോഗിച്ചിട്ട് ഹൈപ്പോട്ടിനോസ് 2.6, അതിന്റെ സ്ക്വയർ മൈനസ് ബേസ് 1 അല്ലെ, 1ന്റെ സ്ക്വയർ. 2.6ന്റെ സ്ക്വയർ 6.76 മൈനസ് 1ന്റെ സ്ക്വയർ 1. 6.76ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 5.76,
അതിന്റെ റൂട്ട് എടുക്കുമ്പോൾ 2.4. ശരിയല്ലേ? അപ്പോൾ ഈ ഭിത്തിയിലുള്ള ഉയരം, വടി തൊടുന്ന ഉയരം കിട്ടി. നമുക്ക് എത്ര എന്ന് കിട്ടി? 5.76 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടം വരെയുള്ള വാക്ക് നമ്മൾ വായിച്ചു നിർത്തിയത്. അതിൽ നിന്നാണ് നമ്മൾ ഇത്രയും ചെയ്തത്. ഇനി പറയുന്നത് when the foot is moved, ഈ ഫുട്ട് ഉണ്ടല്ലോ ഇവിടെ, ഇത് കുറച്ചുകൂടി ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചു, ഈ വടി കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി. എ ലിറ്റിൽ away from the wall, ഫുട്ട് വാളിൽ നിന്ന് കുറച്ചുകൂടെ നീക്കിയപ്പോൾ ഇറ്റ്സ് അപ്പർ എൻഡ് സ്ലൈഡ്സ് ദ സെയിം ലെങ്ത് ഡൗൺ. ഇവിടെ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ആണോ ഇങ്ങോട്ട് മൂവ് ചെയ്യിച്ചത്, അതേ ദൂരം തന്നെ ഈ അപ്പറിൽ നിന്ന്, ഈ മുകളിൽ തൊട്ടിരുന്ന ഭാഗത്ത് നിന്നും എന്ത് ചെയ്തു? താഴേക്കും നീങ്ങി. ഇവിടെ നമുക്ക് മൂവ് ചെയ്ത്, ഇപ്പോൾ വടി തേണ്ട ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ വടി നമ്മൾ ഇതിന്റെ ഫൂട്ട് കുറച്ച് മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസും മുകൾ ഭാഗവും കുറച്ച് മൂവ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെയാണ് ഈ വടി ഇരിക്കുന്നത്. അപ്പോൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇവിടെ ബേസ് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ എക്സ് ആയിട്ട് എടുത്താൽ, ഇവിടെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയ ഈ ഒരു ഡിസ്റ്റൻസും, മുകളിൽ നിന്ന് ആ വടി അത്രയും താഴോട്ട് നീങ്ങുമല്ലോ, ആ ഒരു ഡിസ്റ്റൻസും എന്ത് തന്നെ? എക്സ് തന്നെ അല്ലെ? അപ്പോൾ നമുക്ക് പുതിയൊരു ട്രയാങ്കിൾ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ് പുതിയൊരു ട്രയാങ്കിൾ ഫോം ചെയ്തിരിക്കുന്നത്. പുതിയ ഫോം ചെയ്ത ട്രയാങ്കിൾ ഇതാണ് അല്ലെ? ഇങ്ങനെയാണ് പുതിയൊരു ട്രയാങ്കിൾ നമുക്ക് ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ട്രയാങ്കിൾ നോക്കുവാണെങ്കിൽ അതിന്റെ സൈഡുകൾ എന്ന് പറയുന്നത്, ഹൈപ്പോട്ടിനോസ് എന്ന് പറയുന്നത് പഴയ ആ വടി തന്നെയാണ്. ആ പഴയ വടിയുടെ നീളം എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. ഹൈപ്പോട്ടിനോസ് എന്ന് പറയുന്നത് 2.6 തന്നെ അല്ലെ? ആ വടിയുടെ നീളത്തിന് മാറ്റമൊന്നുമില്ല, 2.6 തന്നെ. എന്നാൽ ബേസിന്റെ നീളം, നേരത്തെ മൂവ് ചെയ്തിരുന്ന ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ആയിരുന്നു. ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് കിട്ടി. അപ്പോൾ ഇവിടുത്തെ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഫുൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + x ആണ്, അല്ലെങ്കിൽ x + 1 ആണ് അല്ലെ? ഇവിടം വരെയുള്ള നീളം x + 1 ആണ്. ഈ ഹൈറ്റ് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു, 2.4 ആയിരുന്നു കണ്ടുപിടിച്ചത്. അതില് എക്സ് താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പോയിട്ടുള്ള ബാക്കി ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത്, എത്രയാണ്? 2.4 ആണ് ടോട്ടൽ ഹൈറ്റ്. അതിൽ നിന്ന് എക്സ് പോകുമ്പോൾ 2.4 - x ആണ് പുതിയ ഹൈറ്റ് അല്ലെ? അപ്പോ ആ ട്രയാങ്കിൾ നമ്മൾ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങോട്ടൊന്ന് മാറ്റി വരച്ചാൽ ആദ്യം ഉണ്ടായിരുന്ന ട്രയാങ്കിൾ ഇതായിരുന്നു അല്ലെ? അതിന്റെ സൈഡുകൾ 2.6, 1, 2.4 ആയിരുന്നു അല്ലെ? ആ വടി കുറച്ചുകൂടെ നമ്മൾ നീക്കി വെച്ചപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെ നമ്മൾ എക്സ് ആയിട്ട് എടുത്തു. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 + x ആണ്, അല്ലെങ്കിൽ x + 1 ആണ്. നേരത്തെ ഇവിടം വരെയുള്ള ഈ ഒരു ഹൈറ്റ് ആയിരുന്നു 2.4. അതില് ഇത്രയും നമുക്കിപ്പോ മൂവ് ചെയ്തിട്ടുണ്ട്, എക്സ് താഴോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പുതിയ ട്രയാങ്കിളിന്റെ, ഇത് പുതിയ ട്രയാങ്കിൾ ആണെങ്കിൽ ആ പുതിയ ട്രയാങ്കിളിന്റെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നപ്പോൾ 2.4 - x ആണ് അല്ലെ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? x + 1 ആണ്. ഈ നീളത്തിന് മാറ്റമൊന്നുമില്ല, അത് എത്ര തന്നെയാണ്? 2.6 തന്നെയാണ് അല്ലെ? വടിയുടെ നീളത്തിന് മാറ്റമൊന്നുമില്ലല്ലോ. അപ്പോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൗ മച്ച് ഫാർദർ ഈസ് ദ ഫുട്ട് മൂവ്. ആ ഫുട്ട് മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, അതായത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെയും നമുക്കൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡുകൾ എത്രയൊക്കെയാണ്? 2.4 - x, x + 1 2.6 ആണ് അല്ലെ? അപ്പോൾ അതിന്റെ സൈഡുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ആ ട്രയാങ്കിൾ ഞാൻ ഒന്നുകൂടെ വരയ്ക്കുന്നു, എന്നിട്ട് നമുക്കത് ചെയ്ത് കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ വേണ്ട ഇതാണ്. ഈ സൈഡിന്റെ നീളം 2.6 അല്ലെ? ഈ സൈഡിന്റെ നീളം x + 1, ഈ സൈഡിന്റെ നീളം 2.4 - x. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ ബേസ് സ്ക്വയർ, അതായത് x + 1ന്റെ ഹോൾ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 2.4 - x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2.6 സ്ക്വയർ അല്ലെ? ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ x² + 1² എന്ന് എഴുതിയാൽ തെറ്റാം.
ഇവിടെ അതുപോലെ തന്നെ. ഇതിനെ നമ്മൾ എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് വേണം എക്സ്പാൻഡ് ചെയ്യാൻ. എന്താണ് എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ അല്ലെ. എന്താണ് എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ? എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് നമുക്ക് എ പ്ലസ് ബിയുടെ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചും രണ്ടാമത്തെ പാർട്ട് എ മൈനസ് ബിയുടെ ഹോൾ സ്ക്വയർ ഉപയോഗിച്ചും വേണം എക്സ്പാൻഡ് ചെയ്യാൻ. അപ്പോ എക്സ്പാൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ മനസ്സിലാകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കേട്ട് നോക്കുക, അത് ക്ലിയർ ആക്കി കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എയുടെ സ്ഥാനത്ത് എക്സ് ആണ് അല്ലെ, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് 1 ആണ്. അപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കും വരുന്നത്? എ സ്ക്വയർ എന്നാണ് നമുക്ക് ഇവിടെ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എക്സ് ആകുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2ab ആണ്. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് എന്താ? എക്സ് അല്ലേ. ബിയുടെ സ്ഥാനത്ത് എന്താ? 1 അല്ലേ. അപ്പൊ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ അല്ലേ. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ആദ്യത്തത് എക്സ്പാൻഡ് ചെയ്തു. പ്ലസ് അടുത്ത പാർട്ട് ചെയ്യുമ്പോ എയുടെ സ്ഥാനത്ത് 2.4 ആണ്. അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2.4ന്റെ സ്ക്വയർ അല്ലെ, മൈനസ് 2ab ആണ്. 2 ഇൻറ്റു എയുടെ സ്ഥാനത്ത് 2.4 ഇൻറ്റു എക്സ് അല്ലെ, പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ അല്ലെ. 26ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 26ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 676 ആണ്. അപ്പോൾ 2.6ന്റെ സ്ക്വയർ ആകുമ്പോൾ 2 സ്ഥാനം മാറ്റി കുത്തിടുമ്പോൾ 6.76 ആകും. ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ നമ്മൾ കൊടുക്കുന്നു 6.76. ശരിയല്ലേ? അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, 2 ഇൻറ്റു 1 2 ഇൻറ്റു എക്സ് ആയപ്പോൾ 2x പ്ലസ് 1 സ്ക്വയർ 1 ശരിയല്ലേ, പ്ലസ് 2.4ന്റെ സ്ക്വയർ 24ന്റെ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 24ന്റെ സ്ക്വയർ 576 ആണ്. 2.4ന്റെ സ്ക്വയർ 5.76 അല്ലെ, 5.76 മൈനസ് 2 ഇൻറ്റു 2.4 എത്രയാണ്? 4.8 ആണ്. ഇൻറ്റു എക്സ് 4.8x അല്ലെ, പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 676 അല്ലെ. ഇനി നമുക്ക് ഒരേപോലെയുള്ള ലൈക്ക് ടേമുകൾ തമ്മിൽ ആഡ് ചെയ്യാം. ഇവിടെ ഒരു എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട്, ഇവിടെ ഒരു എക്സ് സ്ക്വയറിന്റെ ടേം ഉണ്ട് അല്ലെ. എക്സ് സ്ക്വയറിന്റെ ടേം 2 പ്രാവശ്യം ആകുമ്പോൾ എന്താകും? 2x സ്ക്വയർ ആ. അടുത്തത് ഇവിടെ ഒരു പ്ലസ് 2x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4.8x ഉണ്ട് അല്ലെ. എക്സിന്റെ ടേമുകൾ ഉള്ളത് ഇവിടെ ഒരു 2x-ഉം ഇവിടെ ഒരു മൈനസ് 4.8x-ഉം. അപ്പോൾ 2x-ഉം മൈനസ് 4.8x എന്ന് പറയുമ്പോൾ 2x മൈനസ് 4.8x എന്ന് പറയുമ്പോൾ 1 പ്ലസ് 1 മൈനസും ആണ്. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ കൊടുത്താൽ മതി. 4.8 ന്ന് 2 കുറച്ചാൽ എത്ര കിട്ടുന്നത്? 2.8 ആ കിട്ടുന്നത് അല്ലെ. അപ്പോൾ 2 മൈനസ് 2.8x അല്ലെ. എക്സ് സ്ക്വയറോടെ 2x സ്ക്വയർ പ്ലസ് 2x മൈനസ് 4.8x മൈനസ് 2.8x അല്ലെ. പ്ലസ് രണ്ട് കോൺസ്റ്റന്റുകൾ ലെഫ്റ്റിലുള്ളത് 1ഉം 5.76 ആണ്. ആഡ് ചെയ്യുമ്പോൾ 6.76 ഈക്വൽ ടു 6.76 ശരിയല്ലേ.
അപ്പോൾ രണ്ട് ഈക്വൽ ടുവിന്റെ ലെഫ്റ്റിലും റൈറ്റിലും 6.76 ഉള്ളതുകൊണ്ട് നമുക്ക് വേണേൽ ക്യാൻസൽ ചെയ്യാം. 6.76 ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളത് 2x² മൈനസ് 2.8x ഈക്വൽ ടു റൈറ്റിലുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ അവിടെ ബാക്കിയുള്ളത് 0 ആണ്. ഈക്വൽ ടു 0 അല്ലെ? അപ്പോ നേരത്തെ നമ്മൾ ചോദ്യങ്ങളിലെല്ലാം പറയുന്നുണ്ട് x² കോഎഫിഷ്യന്റ് 1 ആയിരിക്കണം. 1 അല്ലാതെ ഒരു നമ്പർ വന്നപ്പോൾ നമ്മൾ നെഗറ്റീവ് x² വന്നപ്പോൾ മൊത്തത്തിൽ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അവിടെ ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് വേണ്ട x² കോഎഫിഷ്യന്റ് കൂടെ ഒരു 2 കിടപ്പുണ്ട്. നമുക്ക് x² കോഎഫിഷ്യന്റ് 1 ആക്കണ്ടേ, അല്ലെങ്കിൽ വേറെ സ്ക്വയർ ആയിരിക്കണം, അങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടെ 2 ആയതുകൊണ്ട് ഈ 2 മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മൊത്തത്തിൽ ഒരു 2 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2x² നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെറും x² ആയി. 2.8 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2.8 പകുതിയാകും. 2.8 പകുതി 1.4x ആണ്. ഈക്വൽ ടു 0യുടെ പകുതി എടുത്ത് എത്ര തന്നെ? 0 തന്നെയാണ് അല്ലെ? അപ്പോൾ x² മൈനസ് 1.4x ഈക്വൽ ടു 0 എന്ന് കിട്ടി അല്ലെ? x² മൈനസ് 1.4x ഈക്വൽ ടു 0. ഇനി ഇതിനെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യാം. x² മൈനസ് 1.4x x² കോഎഫിഷ്യന്റ് 1 ആണ്. എക്സിന്റെ കൂടെ ഉള്ളത് 1.4 അല്ലെ? അതിന്റെ പകുതി 1.4 പകുതി എത്ര? 14 പകുതി 7 അല്ലെ? അപ്പോൾ 1.4 പകുതി എന്ന് പറയുന്നത് 0.7 ആണ്. അപ്പോൾ 0.7 സ്ക്വയർ എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്തു. റൈറ്റിലും ആഡ് ചെയ്യുമ്പോൾ 0.7 സ്ക്വയർ തന്നെ. റൈറ്റിൽ ഓൾറെഡി ഇപ്പൊ 0 അല്ലേ ഉള്ളത്. ആഡ് ചെയ്യുമ്പോൾ എന്താണ്? 0.7 സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സ്ക്വയർ കംപ്ലീറ്റ് ചെയ്താൽ എക്സ് മൈനസ് 1.4 പകുതി 0.7 അല്ലേ? 0.7 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0.7 ഹോൾ സ്ക്വയർ. ശരിയല്ലേ? അപ്പോ രണ്ട് സൈഡിലും സ്ക്വയർ ഒഴിവാക്കിയാൽ എക്സ് മൈനസ് 0.7 ഈക്വൽ ടു 0.7. ശരിയല്ലേ? രണ്ട് സൈഡിലെയും സ്ക്വയർ ഒഴിവാക്കി. ഇവിടെ സ്ക്വയർ ഒഴിവാക്കിയപ്പോൾ എക്സ് മൈനസ് 0.7 ആയി. ഇവിടെ സ്ക്വയർ ഒഴിവാക്കിയപ്പോൾ 0.7 ആയി. അപ്പോൾ എക്സ് ഈക്വൽ ടു 0.7 പ്ലസ് 0.7 എന്ന് കിട്ടും. എത്ര എന്ന് കിട്ടി? 1.4 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു എത്ര ആണ്? 1.4 ആണ്. അതായത് എത്ര ഡിസ്റ്റൻസ് ആണ് അവിടെ മൂവ് ചെയ്തത്? ഈ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1.4 ആണ്. ക്ലിയർ ആണോ? അപ്പോൾ ഇച്ചിരി ലെങ്തി ആണ്. ഇവിടുത്തെ എക്സ്പാൻഷൻ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 1, 2, 3 തവണ നിങ്ങൾ ഇത് കേട്ട് നോക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾ എഴുതി വരിക. അങ്ങനെ 2 പ്രാവശ്യമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു ധാരണയാകും. അപ്പോൾ 2, 3, 4 പ്രാവശ്യം ചെയ്ത് ഇതൊന്ന് ക്ലിയർ ആക്കി എടുക്കുക. അപ്പോൾ മൂവ് ചെയ്ത ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് മൂവ് ചെയ്തായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ചോദ്യം ഇതായിരുന്നു, ഹൗ മച്ച് ഫാർദർ ഈസ് ദ ഫുട്ട് മൂവ്ഡ് അല്ലെ? ആ ഫുട്ട് എത്ര മൂവ് ചെയ്തെന്നായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. അപ്പോൾ ആ മൂവ് ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് എത്ര എന്ന് കിട്ടി? 1.4 എന്ന് കിട്ടി അല്ലെ? മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 1.4 ആണ്. 2, 3, 4 തവണ ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് 2 സൊല്യൂഷൻ എന്നുള്ള 2 ആൻസേഴ്സ് എന്നുള്ള പാർട്ട് നമുക്ക് ചെയ്യാം.